തൃശൂർ ആനക്കലിലാണ് ഭാര്യയെ ഭർത്താവ് കഴുത്ത് ഞെരിച്ചു കൊന്നത്. അവണിശ്ശേരി സ്വദേശി ഉണ്ണിമായാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് ശിവപ്രസാദിനെ നെടുമ്പുഴ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. ഉണ്ണിമായുടെ സംസ്കാരം നാളെ വീട്ടുവളപ്പിൽ നടക്കും. കൊല്ലൂരിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ അക്കൗണ്ടന്റായ ഉണ്ണിമായ രാവിലെ 8:30 ജോലിക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. രാവിലെ റൂമിലേക്ക് പോയ ഉണ്ണിമായയെ ഭർത്താവ് ശിവപ്രസാദ് തർക്കമുണ്ടാകുകയും തുടർന്ന് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. റൂമിൽ നിന്ന് പിന്നീട് പുറത്തിറങ്ങിയത് ശിവപ്രസാദാണ്. ശിവപ്രസാദ് വീട്ടിലേക്ക് അമ്മയുടെ മുന്നിലേക്ക് വന്ന ശേഷം ഉണ്ണിമായയെ കൊലപ്പെടുത്തി എന്ന കാര്യം പറയുകയും തുടർന്ന് അമ്മ റൂമിൽ ചെല്ലുമ്പോൾ അനക്കമില്ലാത്ത ഉണ്ണിമായയാണ് കാണുന്നത്. തുടർന്ന് പുറത്തേക്കിറങ്ങി ബഹളം വെച്ച് നാട്ടുകാരെ കൂട്ടുകയായിരുന്നു. നാട്ടുകാർ ഓടിയെത്തിയപ്പോൾ ആരെയും വീട്ടിലേക്ക് കയറ്റാൻ ശിവപ്രസാദ് തയ്യാറായില്ല. തുടർന്ന് അവിടെ നിന്ന് ശിവപ്രസാദ് അപ്രത്യക്ഷമാവുകയായിരുന്നു. ആ സമയത്താണ് നാട്ടുകാരും അമ്മയും ചേർന്ന് ഉണ്ണിമായയെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ഉണ്ണിമായയുടെ മരണം സംഭവിച്ചിരുന്നു. പിന്നീട് ശിവപ്രസാദിനെ നെടുമ്പുഴ പോലീസ് അയ്യന്തോളിലെ ഒരു അഭിഭാഷകൻ്റെ പക്കൽ നിന്നും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇയാൾ കുറ്റം സമ്മതിക്കാതിരുന്നെങ്കിലും പിന്നീട് ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു. ഭാര്യയോടുള്ള സംശയമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. തമ്മിലുണ്ടായ കുറച്ച് നാളുകളായി ഇരുവരും തമ്മിൽ വലിയ രീതിയിൽ തർക്കങ്ങളും വഴക്കുമൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചുനാൾ ഉണ്ണിമായ തൻ്റെ വീട്ടിലായിരുന്നു പോയിരുന്നത്. ഇവർക്ക് ഒരു 3 വയസ്സായ കുട്ടിയുണ്ട്. ആ കുട്ടി ഇപ്പോൾ ഉണ്ണിമായയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അതിനുശേഷം ഉണ്ണിമായെ വീട്ടിൽ കൊണ്ടുവന്ന ശേഷം ഇന്നുണ്ടായ തർക്കമാണ് ഇന്നത്തെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. നിലവിൽ ഉണ്ണിമായയുടെ മൃതദേഹം തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിലാണുള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെയാണ് സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്. ശിവപ്രസാദിൻ്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്.